ഹലോ എവരി വൺ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ഡെഫിനിഷൻസ് ആണ്. അതും സെക്ഷൻ 2-ൻ്റെ അണ്ടറിൽ വരുന്ന ഡെഫിനിഷൻസ്. ടു പ്രോപ്പർലി അണ്ടർസ്റ്റാൻഡ് ദ പ്രൊവിഷൻസ് ഓഫ് ദ ഇൻകം ടാക്സ് ആക്ട്, ഇറ്റ് ഈസ് എസെൻഷ്യൽ ടു നോ ദ മീനിങ് ഓഫ് കീ ടേംസ് സച്ച് ആസ് പേഴ്സൺ, അസസി, ഇൻകം, പ്രീവിയസ് ഇയർ, അസസ്മെൻറ്റ് ഇയർ, എക്സെട്ര. ദീസ് ടേംസ് ആർ ദ ഫൗണ്ടേഷൻ ഓഫ് ദ എൻറ്റയർ സബ്ജക്റ്റ്. അതായത് നമ്മൾ ഇൻകം ടാക്സ് പഠിക്കുമ്പോൾ നമ്മൾ കുറച്ച് ഡെഫിനിഷൻസ് പഠിക്കേണ്ട കാര്യമുണ്ട്. അതാണ് പറയുന്നത്. എക്സാമ്പിളായിട്ട് പറയുന്നത് നോക്കിയേ, പേഴ്സൺ, അസസി, ഇൻകം, പ്രീവിയസ് ഇയർ, അസസ്മെൻറ്റ് ഇയർ, ഇതൊക്കെയാണ് മെയിനായിട്ട് ഇവർ പറയുന്ന ഡെഫിനിഷൻസ് എന്ന് പറയുന്നത്. അതിൽ നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്ന അസസിയാണ്. അതിന് മുമ്പ് ഡെഫിനിഷൻസിൻ്റെ ഇമ്പോർട്ടൻസിനെ പറ്റി നമ്മൾ നോക്കേണ്ടതുണ്ട്. അത് നമുക്ക് നോക്കാം. ഇമ്പോർട്ടൻസ് ഓഫ് ഡെഫിനിഷൻസ്. ബിഫോർ ഇൻ്റർപ്രറ്റിംഗ് എനി പ്രൊവിഷൻ വി മസ്റ്റ് ചെക്ക് വെദർ എ ടേം is defined in the Act itself. The definitions are mainly provided under Section 2 of the Income Tax Act 1961. The Section 2 acts like a dictionary of the Act, explaining the meaning of various words used throughout the law. അതായത് ഇൻകം ടാക്സ് ആക്ടിനെ പറ്റി പറയുമ്പം അതിൽ കുറച്ച് ടേംസ് ഉണ്ടാകും നമുക്ക് പെട്ടെന്ന് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റാത്തത്. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ഫോർ എക്സാമ്പിൾ നമ്മളൊരു നോർമൽ ഒരു പാസേജ് വായിക്കുവാണെങ്കിൽ അതിൽ നമുക്ക് മനസ്സിലാവാത്ത ടേംസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യും? ഡിക്ഷണറിയിൽ നോക്കും. അല്ലേ? ഡിക്ഷണറിയിൽ നോക്കി കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും ആ ടേമിൻ്റെ മീനിങ് ഇതാണ്, ആ ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇതാണെന്നൊക്കെ മനസ്സിലായി കഴിയുമ്പോൾ നമ്മൾ ആ ഒരു മീനിങ് വെച്ച് നമ്മൾ ആ ഒരു പാസേജിനെ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നു. സെയിം എഫക്റ്റാണ് ഇവിടെ ഇൻകം ടാക്സ് ആക്റ്റിൽ വരുമ്പോൾ ഇൻകം ടാക്സ് ആക്ടിൻ്റെ ഡിക്ഷണറി ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ് സെക്ഷൻ 2 എന്ന് പറയുന്നത്. സെക്ഷൻ 2ഉം അതുപോലെയുള്ള ബാക്കിയുള്ള സെക്ഷൻസും നമുക്ക് ഏതെങ്കിലും ഒരു ടൈം നമ്മുടെ പ്രൊവിഷൻസൊക്കെ വായിച്ചു കഴിയുമ്പോൾ ഇൻകം ടാക്സ് ആക്റ്റിൽ പ്രൊവിഷൻസ് വായിച്ചു കഴിയുമ്പോൾ ഏതെങ്കിലും ഒരു ടൈമിൽ ഡൗട്ട് വരുവാണെങ്കിൽ നമ്മൾ ആദ്യം നോക്കേണ്ടത് ഡിക്ഷണറിയിലല്ല, നമ്മുടെ നോർമൽ ഡിക്ഷണറിയിലല്ല, മറിച്ച് നമ്മൾ നോക്കേണ്ടതാണ് നമ്മുടെ ഇൻകം ടാക്സ് ആക്റ്റിലുള്ള സെഷൻസ്. നമ്മുടെ ഇൻകം ടാക്സ് ആക്റ്റിലെ സെഷൻസിൽ ഓരോ ടൈംസിനുള്ള മീനിങ്ങും കറക്റ്റായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. സോ നമ്മൾ വേറൊരു റിസോഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ട കാര്യമില്ല. പകരം നമ്മൾ എന്ത് ചെയ്യണം? നമ്മുടെ ഇൻകം ടാക്സ് ആക്റ്റിലുള്ള സെഷൻസ് നോക്കണം എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് സെക്ഷൻ 2-ലുള്ള സെഷൻസാണ്. അതിൽ എന്തൊക്കെ ഡെഫിനിഷൻസാണ് പ്രൊവൈഡ് ചെയ്യുന്നതെന്നുള്ളത്. വെൻ എ ടേം ഇസ് ഡിഫൈൻഡ് ഇൻ ദ ആക്ട്. ഇനി നമുക്ക് നമ്മൾ പറഞ്ഞു നമ്മുടെ ടേം അതിൻ്റെ ഡെഫിനിഷൻസ് അല്ലെങ്കിൽ മീനിങ് നമ്മൾ ഇൻകം ടാക്സ് ആക്റ്റിൽ തന്നെ നോക്കണം എന്ന് പറഞ്ഞു. അതിൽ 2 കേസ് വരുന്നതാണ്. ആ ഒരു ടൈം നമ്മുടെ ആക്റ്റിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉള്ളൊരു കേസ്, ഇനി ആ ഒരു ടൈം നമ്മുടെ ആക്റ്റിൽ ഡിഫൈൻ ചെയ്തിട്ടില്ല എന്ന് പറയുന്നൊരു കേസ്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് വെൻ എ ടൈം ഇസ് ഡിഫൈൻഡ് ഇൻ ദ ആക്ട്, ആ ഒരു ടൈം നമ്മുടെ ആക്റ്റിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് ചെയ്യുന്നത് നമ്മൾ നോക്കാം. We must follow that definition strictly even if its meaning is different from the common understanding. നമ്മൾ എന്താ ചെയ്യേണ്ടത്? ആ ഒരു ആക്റ്റിൽ പറഞ്ഞിരിക്കുന്നത് എന്താണോ അതിൻ്റെ മീനിങ് ആ ഒരു ഡെഫിനിഷനിൽ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ മസ്റ്റായിട്ട് ആ ഒരു ഡെഫിനിഷനിലെ മീനിങ് ഫോളോ ചെയ്യണമെന്നാണ് പറയുന്നത്. എക്സാമ്പിളായിട്ട് പറയുന്നത് നോക്കിയേ, ദ ടേം പെർക്യൂസിറ്റ് ഇസ് ഡിഫൈൻഡ് അണ്ടർ സെക്ഷൻ 17 സബ്സെക്ഷൻ 2 ഫോർ സാലറി ടാക്സേഷൻ. സാലറി ടാക്സേഷൻ്റെ കേസിൽ പെർക്യൂസിറ്റ് എന്ന് പറയുന്ന ഒരു ടേമിനെ സെക്ഷൻ 17 സബ്സെക്ഷൻ 2 ഡിഫൈൻ ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് മീനിങ് in tax law is specific and technical, not just the general meaning of benefit. അതായത് നമുക്കറിയാം പെർക്യൂസിറ്റിന് ജനറൽ മീനിങ് എന്ന് പറയുന്നത് ബെനിഫിറ്റാണ്. നമ്മൾ നോർമലായിട്ട് നോക്കുമ്പോൾ പെർക്യൂസിറ്റിൻ്റെ മീനിങ് ബെനിഫിറ്റാണ്. പക്ഷേ ഇൻ ദ കേസ് ഓഫ് ഇൻകം ടാക്സ് ആക്ടിൻ്റെ കേസിൽ നോക്കിക്കഴിയുമ്പോൾ പെർക്യൂസിറ്റിൻ്റെ മീനിങ് ഒരിക്കലും ബെനിഫിറ്റ് എന്ന് മാത്രമല്ല, അതിൻ്റെ മീനിങ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് സെക്ഷൻ 17 സബ്സെക്ഷൻ 2-ലാണ്. അതൊരു സ്പെസിഫിക് ആൻഡ് ടെക്നിക്കലായിട്ടുള്ള മീനിങ് ആയിരിക്കും. അതായിരിക്കും നമ്മൾ ഇൻകം ടാക്സ് ആക്റ്റിൽ ഇൻകം കമ്പ്യൂട്ട് ചെയ്യുമ്പോൾ പെർക്യൂസിറ്റിൻ്റെ ബേസിസിലെടുക്കുമ്പം നമ്മൾ എടുക്കേണ്ട മീനിങ്. ഇനി നമുക്ക് നോക്കാം, വെൻ എ ടേം ഇസ് നോട്ട് ഡിഫൈൻഡ്. ആ ഒരു ടേം നമ്മുടെ ഇൻകം ടാക്സ് ആക്റ്റിൽ ഡിഫൈൻ ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? We can refer to General Clause Act 1897 or Standard Dictionaries or Common Use. അതായത് പറയുന്നത് എന്താണ്? നമ്മൾക്ക് ഡൗട്ടുള്ളൊരു ടേം, അതായത് ക്ലാരിഫിക്കേഷൻ അല്ലെ കൺഫ്യൂഷൻ ഉള്ളൊരു ടേമിൻ്റെ മീനിങ് നമ്മൾ നോക്കുമ്പോൾ ആ ഒരു ടൈമിൻ്റെ മീനിങ് നമ്മുടെ ഇൻകം ടാക്സ് ആക്റ്റിൽ ഡിഫൈൻ ചെയ്തിട്ടില്ലെങ്കിൽ ആദ്യം എന്താ ചെയ്യേണ്ടത്? 1897 ജനറൽ ക്ലോസ് ആക്ട് നോക്കണം. 1897 ജനറൽ ക്ലോസസ് ആക്ട് 1897 ജനറൽ ക്ലോസസ് ആക്ട് നോക്കണം ആദ്യം. പിന്നെ നമ്മൾ നോക്കേണ്ടതാണ് ഡിക്ഷണറി. നമ്മുടെ കോമൺ യൂസേജിലുള്ള ഡിക്ഷണറീസ് നമുക്ക് നോക്കാം. ഫോർ എക്സാമ്പിൾ, ഇപ്പം നമുക്കൊരു
ഒരു ക്ലോസിൽ അല്ലെങ്കിൽ ഒരു സെഷനിൽ അല്ലെങ്കിൽ ഒരു സബ്സെഷനിലൊക്കെ ഡൗട്ട്സ് വന്നു, നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ആദ്യം ചെന്ന് നമ്മുടെ ഇൻകം ടാക്സ് ആക്ടിൽ ഏതെങ്കിലും സെഷനിൽ ഈ ഒരു ടൈം ഡിഫൈൻ ചെയ്തിട്ടുണ്ടോ എന്ന് നോക്കണം. ഇനി നമ്മൾ ആ ഒരു ടൈം ഡിഫൈൻ ചെയ്തിട്ടുണ്ട് എന്ന് കണ്ടെത്തുവാണെങ്കിൽ അപ്പോൾ നമ്മൾ മസ്റ്റായിട്ടും ആ ഒരു ടൈമിൻ്റെ മീനിങ് ആയിരിക്കും, ആ ഒരു ഡെഫിനിഷൻ ആയിരിക്കും ഫോളോ ചെയ്യേണ്ടത്. ഇനി സപ്പോസ് ആ ഒരു ഡെഫിനിഷൻ നമുക്ക് ഇല്ല എങ്കിൽ, നമ്മുടെ ഇൻകം ടാക്സ് ആക്ടിൽ ഡെഫിനിഷൻ ഇല്ല എങ്കിൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? 1897 ജനറൽ ക്ലോസസ് ആക്ട് ഫോളോ ചെയ്യണം. അതിലും ഇല്ല എങ്കിൽ ഡിക്ഷണറി കോമൺ യൂസേജ് നോക്കാവുന്നതാണ്. ഇനി നമുക്ക് വൈഡർ മീനിങ് ഇൻ ടാക്സ് ലോ നോക്കാം. സ്റ്റുഡൻസ് മസ്റ്റ് ബി കെയർഫുൾ ബിക്കോസ് സം ടൈംസ് ഹാവ് എ ബ്രോഡർ ഓർ വൈഡർ മീനിങ് ഇൻ ദ ഇൻകം ടാക്സ് ആക്ട് ദാൻ ഇൻ എവറി ലാംഗ്വേജ്. അതായത് നമ്മൾക്ക് ഇൻകം ടാക്സ് ആക്റ്റിൽ വരുന്ന ഡെഫിനിഷൻസിന് ബ്രോഡർ അല്ലെങ്കിൽ വൈഡർ ആയിട്ടുള്ള മീനിങ് ഉണ്ടാകും. സാധാരണ നമ്മൾ കാണുന്ന പോലെയുള്ള ജസ്റ്റ് ഡിക്ഷണറി മീനിങ് ആയിരിക്കില്ല, വൈഡർ മീനിങ് ഉണ്ട്. എക്സാമ്പിൾ നോക്കിയേ. ഡിവിഡൻഡ് മേ ഇൻക്ലൂഡ് ഡീംഡ് ഡിവിഡൻസ്, നോട്ട് ജസ്റ്റ് ആക്ച്വൽ പേയ്മെൻറ്റ്സ്. ട്രാൻസ്ഫർ ഇൻക്ലൂഡ്സ് നോട്ട് ഓൺലി സെയിൽ ബട്ട് ഓൾസോ എക്സ്ചേഞ്ച്, റീലിംഗ്വിഷ്മെൻറ്റ് എക്സെട്ര. കണ്ടോ, ഒരു ടൈമിന് തന്നെ, അതായത് ഡിവിഡൻറ്റ് എന്ന് പറയുന്ന ഒരു ടീമിന് തന്നെ ആ ഒരു ടൈമിൽ തന്നെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത് എന്താണെന്ന് നോക്കിയാൽ ഡീംഡ് ഡിവിഡൻസ് ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. അതിൽ തന്നെ നോട്ട് ജസ്റ്റ് ആക്ച്വൽ പേയ്മെൻറ്റ്സ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ ട്രാൻസ്ഫർ എന്ന് പറയുന്ന ഒരു ടൈമിൽ സെയിൽ മാത്രമല്ല ഇൻക്ലൂഡ് ചെയ്യുന്നത്, എക്സ്ചേഞ്ചും റീലിംഗ്വിഷ്മെൻറ്റും ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നു. അതാണ് ഇൻകം ടാക്സിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്. ഇൻകം ടാക്സ് ആക്ട് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റിൽ അതിൽ പ്രൊവിഷൻസ് ഉണ്ടാകും, സെക്ഷൻസ് ഉണ്ടാകും, ക്ലോസസ് ഉണ്ടാകും, സബ്സെക്ഷൻസ് ഉണ്ടാകും, പ്രൊവിസോസ് ഉണ്ടാകും, എക്സ്പ്ലനേഷൻസ് ഉണ്ടാകും. ഇതിലൊക്കെ വരുന്ന നമ്മുടെ സെക്ഷൻസിൽ ബേസിസ് ആയിട്ട് വരുന്ന ഡെഫിനിഷൻസ്, ആ ഡെഫിനിഷൻസിൽ വരുന്ന മീനിങ്സ് ജസ്റ്റ് ആ ഒരു വേർഡ് മീനിങ് മാത്രമായിരിക്കില്ല, പകരം എന്തായിരിക്കും അതിലൊരുപാട് കണ്ടൻസ് ഓൾസോ ഇൻക്ലൂഡഡ് ആയിരിക്കും. അതിനുള്ള എക്സാമ്പിളാണ് പറയുന്നത്. ഡിവിഡൻറ്റ് എന്ന ഒരു ടൈം നമ്മുടെ ഇൻകം ടാക്സിൽ ഏതൊരു സെക്ഷനിൽ പറയുന്നുണ്ടെങ്കിലും ജസ്റ്റ് ഡിവിഡൻറ്റ് മാത്രമായിരിക്കില്ല ഉദ്ദേശിക്കുന്നത്, അതിൽ ഡീംഡ് ഡിവിഡൻസ് ഉണ്ടാകും. അതുപോലെ തന്നെ ട്രാൻസ്ഫർ കണ്ടില്ലേ, ട്രാൻസ്ഫറിൻ്റെ കേസിലാകുമ്പോൾ ജസ്റ്റ് ഒരു ട്രാൻസ്ഫർ, ഒരു സ്ഥലത്ത് നിന്ന് വേറൊരു സ്ഥലത്തിലേക്കുള്ള ട്രാൻസ്ഫർ, അതായിരിക്കും നമ്മുടെ നോർമൽ ഡിക്ഷണറിയിലുള്ള മീനിങ്. പക്ഷേ ഇൻകം ടാക്സിലേക്ക് വന്നു കഴിയുമ്പം അതിൽ സെയിൽ, എക്സ്ചേഞ്ച്, റീലിംഗ്വിഷ്മെൻറ്റ് ഒക്കെ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ടാവും. ഈ ഒരു മീനിങ് നമുക്ക് കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇൻകം ടാക്സ് ആക്ടിലെ ഡെഫിനിഷൻസ് തന്നെ നമ്മൾ നോക്കണം. അതാണ് ഇതിൽ മെയിനായിട്ട് നമുക്ക് മനസ്സിലാക്കി തരുന്ന ഒരു മീനിങ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ ഡെഫിനിഷൻസ് ആയിരിക്കും. ഇൻകം ടാക്സ് ആക്റ്റിൽ എന്തെങ്കിലും ഒരു ഡൗട്ട് വന്നിട്ടുണ്ടെങ്കിൽ നമ്മൾ ഡെഫിനിഷൻസ് ആണ് നോക്കേണ്ടത്, അല്ലാതെ ഡിക്ഷണറി ഒന്നുമല്ല. Why this is important? Understanding definitions correctly helps നമ്മുടെ ഡെഫിനിഷൻസ് കറക്റ്റായിട്ട് മനസ്സിലാക്കുന്ന ഹെൽപ്സ് അവോയ്ഡ് കൺഫ്യൂഷൻസ് ആൻഡ് ഇൻ്റർപ്രിട്ടേഷൻസ്. എന്താ പറഞ്ഞിരിക്കുന്നത്? കൺഫ്യൂഷൻസ് അല്ലെങ്കിൽ ഇൻ്റർപ്രിട്ടേഷൻസിലുള്ള കൺഫ്യൂഷൻസ്, റോങ് ഇൻ്റർപ്രിട്ടേഷൻസ് ഒക്കെ അവോയ്ഡ് ചെയ്യാനായിട്ട് സഹായിക്കും. നമ്മുടെ ഇൻകം ടാക്സ് ആക്റ്റിലുള്ള ഡൗട്ട്സ് നമ്മൾ അതിൻ്റെ ഇൻകം ടാക്സിൻ്റെ ഡെഫിനിഷൻസിൽ തന്നെ നോക്കുമ്പോൾ കൺഫ്യൂഷൻ അല്ലെങ്കിൽ റോങ് അണ്ടർസ്റ്റാൻഡിങ്, റോങ് ഇൻ്റർപ്രിട്ടേഷൻസ്, മിസ്കൺസെപ്ഷൻസ് ഒക്കെ നമുക്ക് അവോയ്ഡ് ചെയ്യാനായിട്ട് സാധിക്കും. ഇനി അപ്ലൈ പ്രൊവിഷൻസ് ആക്യുറേറ്റ്ലി, അതായത് നമ്മുടെ ഇൻകം ടാക്സിലുള്ള പ്രൊവിഷൻസ് ആക്യുറേറ്റ് ആയിട്ട് അപ്ലൈ ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഡെഫിനിഷൻസ് കണ്ട് മനസ്സിലാക്കി എറേഴ്സ് ഒന്നും ഇല്ലാതെ നമ്മൾ മനസ്സിലാക്കുവാണെങ്കിൽ ആ ഒരു എറർ ഇല്ലാത്ത സാഹചര്യത്തിൽ തന്നെയായിരിക്കും നമ്മൾ ടാക്സ് കമ്പ്യൂട്ട് ചെയ്യുന്നത്. സോ ദാറ്റ് നമുക്ക് ആക്യുറേറ്റ് ആയിട്ട് ടാക്സ് കമ്പ്യൂട്ട് ചെയ്യാൻ പറ്റും. അതേസമയം ഓരോരുത്തരും ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് ഓരോ മീനിങ്ങിലാണെങ്കിലും ഓരോരുത്തരും ടാക്സ് കാൽക്കുലേറ്റ് ചെയ്യുമ്പം അതിൻ്റേതായ ഡിഫറൻസ് ഉണ്ടാവും അല്ലേ? അതെന്തായിരുന്നു? റോങ് ഇൻ്റർപ്രിട്ടേഷൻസിലേക്കും റോങ് കാൽക്കുലേഷൻസിലൊക്കെ നയിക്കും. അതാണ് പറയുന്നത് അപ്ലൈ പ്രൊവിഷൻസ് ആക്യുറേറ്റ്ലി. ആക്യുറേറ്റ് ആയിട്ട് പ്രൊവിഷൻസ് അപ്ലൈ ചെയ്യാൻ പറ്റും. സോൾവ് പ്രാക്ടിക്കൽ ടാക്സ് പ്രോബ്ലംസ് കളക്ട്, അതായത് പ്രാക്ടിക്കലായിട്ടുള്ള ടാക്സ് പ്രോബ്ലംസ് നമ്മുടെ ബിസിനസ് ആക്ടിവിറ്റീസിലേക്ക് വരുമ്പോഴാണ്. നമ്മൾ പഠിക്കുന്നത് മാത്രമായിരിക്കില്ല, പകരം എന്താണ് പഠിക്കുന്ന കാര്യങ്ങൾ അപ്ലൈ ചെയ്യേണ്ടത് ആയിട്ട് വരുന്നതാണ് പ്രാക്ടിക്കൽ ടാക്സ് പ്രോബ്ലംസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ്. പഠിക്കുന്ന കാര്യങ്ങൾ നമ്മൾ അപ്ലൈ ചെയ്യുന്ന സ്ഥലമാണ് പ്രാക്ടിക്കലായിട്ട് ടാക്സ് പ്രോബ്ലംസ് എന്ന് കഴിയുമ്പോൾ നമ്മൾ അപ്ലൈ ചെയ്യും. അപ്പോൾ എന്താണ് നമ്മൾ പഠിക്കുന്നത് നോർമലായിട്ട്, അതായത് ആക്യുറേറ്റ് ആയിട്ട് പഠിച്ചു വെക്കുകയാണെങ്കിൽ ടാക്സ് പ്രോബ്ലംസ് ആക്യുറേറ്റ് ചെയ്യുമ്പോൾ ടാക്സ് പ്രോബ്ലംസ് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമ്മൾ ഓരോ ബിസിനസ് ആക്ടിവിറ്റീസ് നടത്തി കഴിയുമ്പോൾ അത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ ആ സോൾവ് ചെയ്ത ആൻസർ കറക്റ്റായിരിക്കും. അതാണ് ഇതിൽ പറയുന്നത്. ഇനി നമുക്കൊരു നമ്മൾ ഇത്രയും നേരം പഠിച്ചത് ഒരു സമ്മറി പോലെ നോക്കാം. എന്താ പറഞ്ഞിരിക്കുന്നത് നോക്കിക്കേ. ഓൾവേസ് ചെക്ക് സെക്ഷൻ 2 ഫസ്റ്റ്. നമ്മൾ പറഞ്ഞു സെക്ഷൻ 2 ഓൾവേസ് ചെക്ക് ചെയ്യണം. നമുക്ക് ഡെഫിനിഷൻസിൽ ഡൗട്ട് വരുവാണെങ്കിൽ നമ്മൾ സെഷൻസ് നോക്കണം. പിന്നെ പറയുന്നത് എന്താ? ഇഫ് ഡിഫൈൻഡ് ഫോളോ ഇൻ ദ ആക്ട്. നമ്മുടെ സെഷൻസിൽ ഡിഫൈൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും ആ ആക്റ്റിൽ എന്താണ് പറയുന്നത് അത് ഫോളോ ചെയ്യുക. ഇനി ഇഫ് നോട്ട് ഡിഫൈൻ ചെയ്തിട്ടില്ലെങ്കിൽ എന്താണ് ചെയ്യുന്നത്? നമ്മുടെ 1897 ജനറൽ ക്ലോസസ് ആക്ട് ഫോളോ ചെയ്യുക, അല്ലെങ്കിൽ ഡിക്ഷണറി ഫോളോ ചെയ്യുക. അതാണ് പറയുന്നത്. ഇനി പറയുന്നത് എന്താ? നമുക്ക്
നമ്മുടെ ഇത് ടാക്സ് കാൽക്കുലേഷൻസിൽ വരുന്ന ഇൻകം ടാക്സ് ആക്ട് ഇൻകത്തിൻ്റെ ബേസിൽ ടാക്സ് കാൽക്കുലേഷൻ വരുന്നതുകൊണ്ട് തന്നെ ഇതൊരു ഇമ്പോർട്ടൻറ്റ് കോൺസെപ്റ്റാണ്, പിള്ള കളിക്കേണ്ട കാര്യമല്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആക്യുറേറ്റ് ആയിട്ട് കറക്റ്റായിട്ട് എന്താണ് നമുക്ക് ഡെഫിനിഷൻസിൽ എന്താണ് പറഞ്ഞിരിക്കുന്നത് ആ മീനിങ് തന്നെ അക്വയർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി അസസി എന്താണെന്ന് നോക്കാം. അസസി എന്ന് പറയുന്നതാണ് നമ്മുടെ ഫസ്റ്റ് ഡെഫിനിഷൻ എന്ന് പറയുന്നത്. അസസി സെക്ഷൻ 2 സബ്സെക്ഷൻ 7. അസസി സെക്ഷൻ 2 സബ്സെക്ഷൻ 7. അസസി സെക്ഷൻ 2 സബ്സെക്ഷൻ 7 നമ്മൾ ആദ്യമായിട്ട് പഠിക്കുന്ന ഡെഫിനിഷനാണ്. അസസി എന്ന് പറയുന്ന ടേമിൻ്റെ മീനിങ് വരുന്ന ഡെഫിനിഷൻ എന്ന് പറഞ്ഞാൽ അസസി എന്ന് പറഞ്ഞാൽ സെക്ഷൻ 2 സബ്സെക്ഷൻ 7 വരുന്നതാണ്. ഇത് ഓർത്തിരിക്കണം. ഒരു കാരണവശാലും സെക്ഷനും സബ്സെക്ഷനും മറന്നു പോകാനോ മാറിപ്പോകാനോ പാടില്ല. അസസി എന്ന് പറയുന്ന ടേമിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ഇതിൻ്റെ സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 2 സബ്സെക്ഷൻ 7 ആണ്. ഇത് നമുക്ക് ജസ്റ്റ് അസസിയുടെ മീനിങ്ങിലേക്ക് കടക്കാം. മീനിങ് ഓഫ് അസസി സെക്ഷൻ 2 സബ്സെക്ഷൻ 7. ആൻ അസസി മീൻസ് എ പേഴ്സൺ ബൈ ഹും എനി ടാക്സ് ഓർ എനി അതർ സം ഓഫ് മണി ഈസ് പേയബിൾ അണ്ടർ ദി ഇൻകം ടാക്സ് ആക്ട് 1961. അതായത് പറയുന്നത് എന്താ, ഇൻകം ടാക്സ് ആക്ട് 1961 അനുസരിച്ച് ഏതെങ്കിലും ഒരു സം ഓഫ് മണി അല്ലെങ്കിൽ ഒരു ടാക്സ് എമൗണ്ട് നമ്മുടെ ഗവൺമെൻറ്റിലേക്ക് ഒരാൾ പേ ചെയ്യാനുണ്ടെങ്കിൽ, ഒരു ബിസിനസ് സ്ഥാപനം പേ ചെയ്യാനുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഏതൊരു അതോറിറ്റി പേ ചെയ്യാനുണ്ടെങ്കിൽ അവരെ നമുക്ക് അസസി എന്ന് വിളിക്കാം. അസസി എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പറഞ്ഞിരിക്കുന്നത്, എനി ടാക്സ് ഏതെങ്കിലും ഒരു ടാക്സ് എമൗണ്ട് അല്ലെങ്കിൽ അതർ സം ഓഫ് മണി ഏതെങ്കിലും ഒരു സം ഓഫ് മണി നമ്മൾ ഗവൺമെൻറ്റിലേക്ക് പേ ചെയ്യാനുണ്ടെങ്കിൽ അവരെ നമുക്ക് അസസി എന്ന് പറയാം. ടാക്സ് പേ ചെയ്യാനുള്ള ആളെ മാത്രമാണോ അസസി എന്ന് പറയുന്നത് നോക്കിക്കേ? അല്ല, പകരം അതർ സം ഓഫ് മണി എന്ന് പറയുന്നുണ്ട്. ടാക്സ് മാത്രമല്ല, ഏതെങ്കിലും അതർ സം ഓഫ് മണിയും ഗവൺമെൻറ്റിലേക്ക് ഒരു വ്യക്തി ഇൻകം ടാക്സ് ആക്ട് 1961 അനുസരിച്ച് പേ ചെയ്യാനുണ്ടെങ്കിൽ അയാളെ നമുക്ക് അസസി എന്ന് വിളിക്കാം. ഇനി കാറ്റഗറീസ് ഓഫ് അസസി, നമുക്ക് കുറച്ച് കാറ്റഗറീസ് പഠിക്കാനുണ്ട്. അസസീസിന് കുറച്ച് കാറ്റഗറീസ് ഉണ്ട്, അത് നമുക്ക് പഠിക്കാം. കാറ്റഗറീസ് ഓഫ് അസസി, അതിൽ ഒന്നാമത്തെ കാറ്റഗറിയാണ് അസസിയുടെ ഒന്നാമത്തെ കാറ്റഗറിയാണ് പേഴ്സൺ ലയബിൾ ടു പേ ടാക്സ്. അതായത് ഏത് പേഴ്സണാണോ ടാക്സ് പേ ചെയ്യാനായിട്ട് ലയബിൾ ആയിരിക്കുന്നത് അയാളെ അസസി എന്ന് വിളിക്കാം. അതാണ് ഫസ്റ്റ് കാറ്റഗറി ഓഫ് അസസി. ദിസ് ഇസ് ദ ബേസിക് മീനിങ്. എനി പേഴ്സൺ ഹൂ ഹാസ് ടാക്സബിൾ ഇൻകം ആൻഡ് ഈസ് റിക്വയർഡ് ടു പേ ടാക്സ് ഈസ് ആൻ അസസി. അതായത് ഏതെങ്കിലും ഒരു പേഴ്സണിന് ടാക്സബിൾ ഇൻകം ഉണ്ട്, അതുകൊണ്ട് തന്നെ അയാൾ ടാക്സ് പേ ചെയ്യാനായിട്ട് ലയബിൾ ആണെങ്കിൽ അയാളെ അസസി എന്ന് വിളിക്കാം. എക്സാമ്പിൾ നോക്കിക്കേ. ഇഫ് മിസ്റ്റർ എ ഏൺസ് ₹8 lakh ഹി ഹാസ് ടു പേ ഇൻകം ടാക്സ് ഹീസ് ആൻ അസസി. അതായത് ഒരു എ എന്ന് പറയുന്ന വ്യക്തി 8 ലക്ഷം രൂപ ഏൺ ചെയ്യുന്നുണ്ട്. ആ ഏൺ ചെയ്ത ഇൻകത്തിൽ അയാൾ ഇൻകം ടാക്സ് പേ ചെയ്യാൻ ലയബിളാണ്, അതുകൊണ്ട് തന്നെ അയാളെ നമുക്ക് അസസി എന്ന് വിളിക്കാം. ഇത് ബേസിക് മീനിങ് ആണ്. അതായത് എനിക്കൊരു ഇൻകം ഉണ്ട് അല്ലെങ്കിൽ എനിക്കൊരു വെൽത്ത് ഉണ്ട്, ആ വെൽത്തിൻ്റെ ബേസിസിൽ ഇത്ര പെർസെൻറ്റേജ് ഇൻകം ടാക്സ് പേ ചെയ്യണമെന്ന് ഇൻകം ടാക്സ് ആക്ട്സ് അനുസരിച്ച് ഞാൻ പേ ചെയ്യാനുണ്ടെങ്കിൽ എന്നെ ആരെന്ന് വിളിക്കാം? അസസി എന്ന് വിളിക്കാം. അതാണ് ബേസിക് മീനിങ് എന്ന് പറയുന്നത്. പേഴ്സൺ ലയബിൾ ടു പേ ടാക്സ് ഈസ് അൻ അസസി. രണ്ടാമത്തെ കാറ്റഗറിയാണ് പേഴ്സൺ എഗൻസ്റ്റ് ഹൂം പ്രൊസീഡിങ്സ് ആർ ഇനിഷ്യേറ്റഡ്. അത് നമുക്ക് പഠിക്കാം. ഈവൻ ഇഫ് ടാക്സ് ഇസ് നോട്ട് യെറ്റ് പെയ്ഡ് ഓർ ഡിറ്റർമൈൻഡ് എ പേഴ്സൺ ബിക്കംസ് ആൻ അസസി ഇഫ് അസസ്മെൻറ്റ് പ്രൊസീഡിങ്സ് ആർ സ്റ്റാർട്ടഡ് എഗെയിൻസ്റ്റ് ഹിം. ദിസ് ഇൻക്ലൂഡ്സ് കേസസ് ഫോർ അസസിങ് ഹിസ് ഓൺ ഇൻകം ഓർ ഇൻകം ഓഫ് അതർ പേഴ്സൺസ് ഫോർ വിച്ച് ഹി ഈസ് റെസ്പോൺസിബിൾ. എക്സാമ്പിൾ, ഇഫ് ദ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് സെൻഡ്സ് എ നോട്ടീസ് ഫോർ സ്ക്രൂട്ടണി ദാറ്റ് പേഴ്സൺ ബിക്കംസ് ആൻ അസസി. ഏതെങ്കിലും ഒരു പേഴ്സണ് ഇൻകം ഉണ്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ആ ഒരു പേഴ്സൺ റെപ്രസെൻറ്റേഷൻ ചെയ്യുകയെന്ന് വെച്ചോ, ഇൻകം ഉള്ള വ്യക്തിനെ റെപ്രസെൻറ്റേഷൻ ചെയ്യുവാണെങ്കിൽ ആ ഒരു വ്യക്തിക്കെതിരെ എന്തെങ്കിലും ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും പ്രൊസീഡിങ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ, അതായത് ഇൻകം ടാക്സുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും പ്രൊസീഡിങ്സ് ആ വ്യക്തിക്കെതിരെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ വ്യക്തിനെയും അസസി എന്നാണ് പറയുന്നത്. അതാണ് പേഴ്സൺ എഗൻസ്റ്റ് ഹൂം പ്രൊസീഡിങ്സ് ആർ ഇനിഷ്യേറ്റഡ്. നമുക്ക് ആ ഒരു വ്യക്തി ടാക്സ് പേ ചെയ്തിട്ടില്ലെങ്കിലും ആ ഒരു വ്യക്തി ഏത് എമൗണ്ടാണ് ടാക്സ് പേ ചെയ്യേണ്ടതെന്ന് ഡിറ്റർമൈൻ ചെയ്തിട്ടില്ലെങ്കിലും ആ പേഴ്സൺ അസസി ആയിട്ട് പറയപ്പെടും. അതായത് അസസ്മെൻറ്റ് പ്രൊസീഡിങ്സ് അയാൾക്കെതിരെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ഏതൊക്കെ കേസിലാണ് വരുന്നത്? അയാൾ ഹിസ് ഓൺ ഇൻകം, അതായത് അയാളുടെ സ്വന്തം ഇൻകം അസസ് ചെയ്തിട്ടില്ലെങ്കിൽ, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ, അതായത് മൈനർ പോലുള്ള അല്ലെങ്കിൽ മെൻ്റലി അൺസ്റ്റേബിൾ ആയിട്ടുള്ള ആളുകൾക്ക് ഉള്ള ഇൻകത്തിൻ്റെ ബേസിസിലൊക്കെ അയാൾ ഒരു റെപ്രസെൻറ്റേഷനായിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അയാൾ ഒരു റെപ്രസെൻറ്റേറ്റീവ് അസസി ആണെങ്കിൽ അയാളുടെ പേരിൽ ഇൻകം ടാക്സ് അയാൾ പേ ചെയ്തിട്ടില്ലെങ്കിൽ, ഇങ്ങനെയുള്ള കേസസിലൊക്കെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്ത് നിന്ന് അയാൾക്കെതിരെ എന്തെങ്കിലും എന്തെങ്കിലും ഒരു പ്രൊസീഡിങ്സ് അല്ലെങ്കിൽ ഒരു എന്താ പറയുന്ന ഒരു ആക്ടിനനുസരിച്ചുള്ള റൂൾസ് അയാൾ ഫോളോ ചെയ്യുന്നില്ല എന്ന് കണ്ട് അയാൾക്കെതിരെ ഒരു ലോ
ഇനിഷ്യേറ്റ് ചെയ്യുവാണെങ്കിൽ അയാളെ നമുക്ക് എന്താണ് അസസി എന്ന് വിളിക്കാം. എക്സാമ്പിൾ നോക്കിയാൽ, ഇഫ് ദ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് സെൻസ് എ നോട്ടീസ് ഓർ ഫോർ സ്ക്രൂട്ടണി ദാറ്റ് പേഴ്സൺ ബിക്കംസ് ആൻ അസസി. അതായത് ഒരു വ്യക്തിക്ക് ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു സ്ക്രൂട്ടണി നോട്ടീസ് ഓഫ് സ്ക്രൂട്ടണി അയച്ചിട്ടുണ്ടെങ്കിൽ അയാളെ നമുക്ക് അസസി എന്ന് വിളിക്കാം. അതായത് ഏതെങ്കിലും ഒരു വ്യക്തി അയാളുടെ ഇൻകത്തിൻ്റെ ബേസിസിൽ ടാക്സ് പേ ചെയ്യാനുണ്ടെങ്കിൽ അയാളെ അസസി എന്ന് വിളിക്കാം. അതേസമയം ഏതെങ്കിലും ഒരു വ്യക്തിക്കെതിരെ ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റ് പ്രൊസീഡിങ്സ് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അയാളെ നമുക്ക് അസസി എന്ന് വിളിക്കാം. ഇനി മൂന്നാമത്തെ കേസ് ഏതാണെന്ന് നോക്കാം. പേഴ്സൺ ഡീംഡ് ടു ബി ആൻ അസസി എന്ന് വെച്ചാൽ എന്താ? സം പേഴ്സൺസ് ആർ നോട്ട് ഡയറക്ട്ലി ലയബിൾ ബട്ട് ദ ലോ ട്രീറ്റ്സ് ദം ആസ് ആൻ അസസി കോൾഡ് ദ ഡീംഡ് അസസി. എക്സാമ്പിൾസ്, ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് എ ഡിസീസ്ഡ് പേഴ്സൺ, ഗാർഡിയൻ ഓഫ് എ മൈനർ, ഏജൻറ്റ് ഓഫ് എ നോൺ റെസിഡൻറ്റ്, ദേ ആർ ട്രീറ്റഡ് ആസ് അസസി ഫോർ ടാക്സ് പർപ്പസസ്. എന്താ പറഞ്ഞിരിക്കുന്നത്? പേഴ്സൺ ഡീംഡ് ടു ബി ആൻ അസസിയും അസസി എന്നാണ് പറയുന്നത്. ഡീംഡ് അസസി, ഹിസ് കോൾഡ് ആസ് ഡീംഡ് അസസി എന്നു പറഞ്ഞാൽ അയാൾ ഡയറക്റ്റ്ലി ലയബിൾ ആയിരിക്കില്ല. അതായത് അയാളുടെ ഇൻകം ആയിരിക്കില്ല ഇത്. അതേസമയം വേറൊരാളുടെ ഇൻകത്തിന് അയാൾ ലയബിൾ ആവുന്നത് എങ്ങനെയാണ്? ആ ഒരു വേറൊരാൾക്ക് വേണ്ടിയിട്ട് ഈ ഒരാൾ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അങ്ങനെയാണ് ഡീംഡ് അസസി എന്ന് പറയുന്നത്. എക്സാമ്പിൾ നോക്കിയേ, ലീഗൽ റെപ്രസെൻറ്റേറ്റീവ്സ് ഓഫ് എ ഡിസീസ്ഡ് പേഴ്സൺ, ലീഗൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് അയാൾ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഒരു ഇൻകം ഉള്ള വ്യക്തിക്ക് വേണ്ടിയിട്ട് ലീഗൽ റെപ്രസെൻറ്റേറ്റീവായിട്ട് അയാൾ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, അതായത് മൈനറിൻ്റെ ഗാർഡിയനായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, നോൺ റെസിഡൻറ്റിൻ്റെ ഏജൻ്റായിട്ട് ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇങ്ങനെയുള്ള കേസസൊക്കെ ഒരു എക്സാമ്പിളായിട്ട് പറയുന്നുണ്ട് ഡീംഡ് അസസിയുടെ എക്സാമ്പിൾ. ഡീംഡ് അസസി എന്ന് പറഞ്ഞാൽ അയാൾക്ക് സ്വന്തമായിട്ട് ഇൻകം ഉണ്ടാവത്തില്ല, പക്ഷേ വേറൊരാളുടെ ഇൻകത്തിന് വേണ്ടിയിട്ട് അയാൾ റെപ്രസെൻറ്റ് ചെയ്യുവാണെങ്കിൽ അയാളെ നമുക്ക് അസസി എന്ന് പറയാം. അതായത് വേറൊരാളുടെ ഇൻകത്തിന് വേണ്ടിയിട്ട് ഇയാൾ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ ഇൻകത്തിൻ്റെ ബേസിസിലുള്ള ഇൻകം ടാക്സ് കമ്പ്യൂട്ട് ചെയ്ത് പേ ചെയ്യേണ്ടത്, ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെൻറ്റിന് പേ ചെയ്യേണ്ടത് ഈ ഒരു വ്യക്തിയായിരിക്കും. ആ ഒരു വ്യക്തിനെ വിളിക്കുന്ന പേരാണ് ഡീംഡ് അസസി. ഇനി നാലാമത്തെ നോക്കാം, അസസി ഇൻ ഡിഫോൾട്ട്. അസസി ഇൻ ഡിഫോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ? എ പേഴ്സൺ ഹു ഫെയിൽസ് ടു ഫുൾഫിൽ ലീഗൽ ഒബ്ലിഗേഷൻസ് അണ്ടർ ദ ആക്ട് കോൾഡ് അസസി ഇൻ ഡിഫോൾട്ട്. അതായത് ഏതെങ്കിലും ഒരു വ്യക്തി ലീഗൽ ഒബ്ലിഗേഷൻസ് ഫോളോ ചെയ്യാനായിട്ട് ഫെയിൽ ചെയ്യുവാണെങ്കിൽ അയാളെ എന്ത് പറയാം? അസസി ഇൻ ഡിഫോൾട്ട്. അതായത് ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ചുള്ള ലീഗൽ ഒബ്ലിഗേഷൻസ് അയാൾ ഫോളോ ചെയ്യുന്നില്ലെങ്കിൽ അയാളെ വിളിക്കുന്ന പേരാണ് അസസി ഇൻ ഡിഫോൾട്ട്. എക്സാമ്പിൾ നോക്കിയേ, ഇഫ് ആൻ എംപ്ലോയി ഫെയിൽസ് ടു ഡിഡക്റ്റ് ഓർ പേ TDS, അതായത് TDS ടാക്സ് ഡിഡക്റ്റഡ് സോഴ്സ്, അതുപോലെ തന്നെ TCS ടാക്സ് കളക്റ്റഡ് അറ്റ് സോഴ്സ്, അത് കളക്ട് ചെയ്യാനോ പേ ചെയ്യാനോ അയാൾ ഫെയിൽ ചെയ്യുവാണെങ്കിൽ അയാളെ നമുക്ക് അസസി ഇൻ ഡിഫോൾട്ട് എന്ന് പറയാം. അതായത് അല്ലെങ്കിൽ ദാറ്റ് എംപ്ലോയർ ബിക്കംസ് ആൻ അസസി ഇൻ ഡിഫോൾട്ട് എന്ന് പറഞ്ഞാൽ എന്താ? എംപ്ലോയർ ആയിരിക്കും TDS കളക്ട് ചെയ്യുന്നതും TCS കളക്ട് ചെയ്യുന്നതും അതുപോലെ തന്നെ പേ ചെയ്യുന്നതും ഒക്കെ. അങ്ങനെയുള്ള സാഹചര്യത്തിൽ ആ ഒരു എംപ്ലോയിയുടെ പേരിലുള്ള ഈ ഒരു സംഭവം കളക്ട് ചെയ്യാനോ പേ ചെയ്യാനോ ഒക്കെ മറന്നു പോവുക, അല്ലെങ്കിൽ എന്തെങ്കിലും അറിഞ്ഞുകൊണ്ട് ചെയ്യാതിരിക്കുക, അങ്ങനെയൊക്കെ ചെയ്യുന്നൊരു ആളെയാണ് അസസി ഇൻ ഡിഫോൾട്ട് എന്ന് പറയുന്നത്. ഇയാളും അസസിയാണ്. ഇനി നോക്കാം ഇമ്പോർട്ടൻറ്റ് ഇൻക്ലൂഷൻസ് ഇൻ ഡെഫിനിഷൻസ്. എന്തൊക്കെയാണ് ഡെഫിനിഷനുള്ള ഇമ്പോർട്ടൻറ്റ് ഇൻക്ലൂഷൻ നോക്കാം. ആൻ അസസി ഓൾസോ ഇൻക്ലൂഡ്സ് എ പേഴ്സൺ ഫോർ ഹൂം ഇൻകം ഈസ് ബീയിങ് അസസ്ഡ്, ഫോർ ഹൂം ലോസ് ഈസ് ബീയിങ് ഡിറ്റർമൈൻഡ്, ഹു ഈസ് എൻറ്റൈറ്റിൽഡ് ടു എ റീഫണ്ട്, ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ അനദർ പേഴ്സൺസ് ഇൻകം. ഈ 4 പോയിൻറ്റ് കുറച്ച് ഇമ്പോർട്ടൻ്റ് ആണ്. ഇമ്പോർട്ടൻറ്റ് ഇൻക്ലൂഷൻസ് ഇൻ ദ ഡെഫിനിഷൻസ്. ഈ ഡെഫിനിഷനിൽ കുറച്ച് ഇൻക്ലൂഷൻസ് ഉണ്ട്. ആൻ അസസി ഓൾസോ ഇൻക്ലൂഡ്. ആൻ അസസി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ 4 പോയിൻറ്റ് അല്ലാതെയുള്ള പോയിൻറ്റ്സ് ആണ്. ഫോർ ഹൂം ഇൻകം ഈസ് ബീയിങ് അസസ്ഡ്, അതായത് ഏതൊരാളുടെ ഇൻകത്തിൻ്റെ ബേസിസിലാണോ ആ ഇൻകം അസസ് ചെയ്യുന്നത് അയാൾ അസസിയാണ്. ഫോർ ഹൂം ലോസ് ഈസ് ബീങ് ഡിറ്റർമൈൻഡ്, ഏത് വ്യക്തിയുടെ ബേസിസിലാണോ ലോസ് ഡിറ്റർമൈൻ ചെയ്യുന്നത് ആ വ്യക്തി ഒരു അസസിയാണ്. ഹു ഈസ് എൻറ്റൈറ്റിൽഡ് ടു എ റീഫണ്ട്, ഏതെങ്കിലും ഒരു വ്യക്തി റീഫണ്ടിന് എൻറ്റൈറ്റിൽ ആവുകയാണെങ്കിൽ അയാൾ ഒരു അസസിയാണ്. ഹു ഈസ് റെസ്പോൺസിബിൾ ഫോർ അനദർ പേഴ്സൺസ് ഇൻകം, വേറെ ഏതെങ്കിലും ഒരു വ്യക്തിയുടെ ഇൻകത്തിന് ഈ ഒരു വ്യക്തി റെസ്പോൺസിബിൾ ആവുകയാണെങ്കിൽ ആ വ്യക്തിയും അസസിയാണ്. അതുപോലെ തന്നെ ഇതിൽ മെയിനായിട്ട് നമുക്ക് മനസ്സിലാക്കേണ്ട വേറൊരു പോയിൻ്റുണ്ട്. എവരി അസസി ഈസ് എ പേഴ്സൺ ബട്ട് എവരി പേഴ്സൺ ഈസ് നോട്ട് ആൻ അസസി എന്ന് പറഞ്ഞാൽ എന്താ? എവരി അസസി, എല്ലാ അസസിയും ഒരു വ്യക്തിയാണ്, പക്ഷേ എല്ലാ വ്യക്തികളും അസസീസ് അല്ല എന്ന് പറഞ്ഞാൽ എന്താ? എവരി അസസി ഈസ് എ പേഴ്സൺ, എല്ലാ അസസിയും ഒരു പേഴ്സൺ ആണ്. ബിക്കോസ് ഒൺലി എ പേഴ്സൺ, ഇൻഡിവിജ്വൽ, കമ്പനി, ഫേം എക്സെട്ര ക്യാൻ ബി ടാക്സ്ഡ്. അതായത് പേഴ്സൺ എന്ന് പറയുന്ന ഒരു ടേമിൻ്റെ ഡെഫിനിഷൻ നമ്മൾ പഠിക്കുന്നുണ്ട്. അതാണ് പറയുന്നത് ഒൺലി എ പേഴ്സൺ, അതായത് ഇൻഡിവിജ്വൽ, കമ്പനി, ഫേം എക്സെട്ര ക്യാൻ ബി ടാക്സ്ഡ്.
അതായത് എവരി അസസി, ഒരു അസസി എന്ന് പറയുന്ന ഒരു പേഴ്സണാണ്. ഈ പേഴ്സണിൻ്റെ ഉള്ളിൽ കുറേ ആളുകൾ വരുന്നുണ്ട്. ആ ഒരു ആളുകൾ എല്ലാം അസസിയാണ്. പക്ഷേ എല്ലാ പേഴ്സൺസും അസസിയാണെന്ന് പറയില്ല. ബട്ട് എവരി പേഴ്സൺ ഈസ് നോട്ട് ആൻ അസസി ബിക്കോസ് എ പേഴ്സൺ ബിക്കംസ് ആൻ അസസി ഓൺലി വെൻ, ഏതൊക്കെ സാഹചര്യത്തിലാണ് ഒരു പേഴ്സൺ അസസി ആവുന്നതെന്ന് പറഞ്ഞിരിക്കുന്നത്. ടാക്സ് ഇസ് പേയബിൾ, അയാൾ ഏതെങ്കിലും ഒരു എമൗണ്ടിൽ, അയാൾ ഏതെങ്കിലും ഒരു ഇൻകത്തിൽ ടാക്സ് പേയബിൾ ആയിരിക്കണം. അല്ലെങ്കിൽ പ്രൊസീഡിങ്സ്, അയാൾക്കെതിരെ എന്തെങ്കിലും ഒരു പ്രൊസീഡിങ്സ് ഇനിഷ്യേറ്റ് ചെയ്തിരിക്കണം, അന്നേരം അയാൾ ഒരു അസസി ആയിരിക്കും. അല്ലെങ്കിൽ ഹീസ് എ ഡീംഡ് ലയബിൾ, അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഒരു പേഴ്സൺ റെപ്രസെൻറ്റേറ്റീവ് ആയിട്ട് ലയബിൾ ആയിരിക്കണം. പിന്നെ നമ്മൾ ഒരു കേസൂടെ പഠിച്ചായിരുന്നു, ഏതാണ് അസസി ഇൻ ഡിഫോൾട്ട്. അതായത് ഏതെങ്കിലും ഒരു ലോ അയാളെ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലോ അയാൾ പാലിക്കാതെ വരുവാണെങ്കിൽ അയാളെ അസസി ഡിഫോൾട്ട് എന്ന് പറയും. ഇനി എക്സാമ്പിൾ നോക്കിയേ, എ പേഴ്സൺ വിത്ത് നോ ഇൻകം ആൻഡ് നോ ടാക്സ് ലയബിലിറ്റി നോട്ട് ആൻ അസസി. അതായത് ഒരു പേഴ്സണ് ഇൻകം ഇല്ല, അയാൾക്ക് ടാക്സ് ലയബിലിറ്റി ഇല്ലെങ്കിൽ അയാൾ അസസി ആവത്തില്ല. അതേസമയം എ പേഴ്സൺ വിത്ത് ടാക്സബിൾ ഇൻകം, അയാൾക്കൊരു ഇൻകം ഉണ്ട്, ആ ഇൻകം ടാക്സബിൾ ആണെങ്കിൽ അയാളെ നമുക്ക് അസസി എന്ന് വിളിക്കാം. അതാണ് പറയുന്നത് എവരി അസസി ഈസ് എ പേഴ്സൺ. അതായത് എല്ലാ അസസിയും ഒരു പേഴ്സൺ ആയിരിക്കും. പക്ഷേ എവരി പേഴ്സൺ ഈസ് നോട്ട് ആൻ അസസി. പക്ഷേ എല്ലാ വ്യക്തികളും അസസി ആവണമെന്നില്ല. നമുക്ക് ഇത്രയും നേരം പഠിച്ചൊരു സമ്മറി നോക്കാം. അസസി എന്ന് പറയുന്നത്, അസസി ഈസ് ഈക്വൽ ടു പേഴ്സൺ കണക്റ്റഡ് വിത്ത് ടാക്സ് ലയബിലിറ്റി ഓർ പ്രൊസീഡിങ്സ്. അസസി എന്ന് പറയുന്ന വ്യക്തിയെ നമ്മൾ ആലോചിക്കേണ്ടതെന്ന് പറഞ്ഞാൽ അയാൾക്കൊരു ഇൻകം ഉണ്ടാവും, അല്ലെങ്കിൽ ഒരു വ്യക്തി വെൽത്ത് ഉണ്ടാവും, അല്ലെങ്കിൽ ആ ഒരു വ്യക്തി വേറൊരാളുടെ ഇൻകത്തിന് വെൽത്തിന് റെപ്രസെൻറ്റ് ചെയ്തിട്ടുണ്ടാവും. അതായത് ഏതെങ്കിലും ഒരു രീതിയിൽ അയാളുടെ മേലെ ടാക്സ് ലയബിലിറ്റി വരുന്നുണ്ടെങ്കിൽ അയാളെ നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? അയാളെ നമുക്ക് വിളിക്കാൻ പറ്റും അസസി എന്ന്. അതാണ് പറയുന്നത്, ഏതെങ്കിലും ഒരു വ്യക്തിയുടെ മേളിൽ ടാക്സ് ലയബിലിറ്റി ഉണ്ടെങ്കിൽ അയാൾ അസസിയാണ്. അത് ഏതൊക്കെയാണ്, എന്തൊക്കെയാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്യുന്നതെന്ന് നോക്കിയാൽ, ടാക്സ് പേയേഴ്സ്, അതായത് ടാക്സ് പേ ചെയ്യാനുള്ള ആളുകൾ, പേഴ്സൺ അണ്ടർ അസസ്മെൻറ്റ്, എന്തെങ്കിലും ഒരു ബേസിസിൽ അയാളുടെ മേലിൽ ടാക്സ് പ്രൊസീഡിങ്സ് ഇനിഷ്യേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അയാളുടെ മേലിലൊരു അസസ്മെൻറ്റ് നടക്കുന്നുണ്ടെങ്കിൽ അയാളൊരു അസസിയാണ്. അതുപോലെ തന്നെ ഡീംഡ് അസസി, അതായത് ഡീംഡ് അസസി നമ്മൾ പറഞ്ഞു, അയാൾ ഏതെങ്കിലും ഒരു ഇൻകമുള്ള വ്യക്തിനെ റെപ്രസെൻറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ ഡീംഡ് അസസി ആയിരിക്കും. അതുപോലെ തന്നെ അസസി ഇൻ ഡിഫോൾട്ട് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു ലോ, ഇൻകം ടാക്സ് ആക്ട് അനുസരിച്ചുള്ള ഏതെങ്കിലും ഒരു ലോ അയാൾ എക്സ്ക്ലൂഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ആ ഒരു ലോ അയാൾ ഫോളോ ചെയ്യാതെ ഇരുന്നിട്ടുണ്ടെങ്കിൽ അയാൾ അസസി ഇൻ ഡിഫോൾട്ട് എന്ന് പറഞ്ഞാൽ അയാളും ഒരു അസസിയാണ്. അതാണ് പറയുന്നത്. അതുപോലെ തന്നെ പറയുന്നുണ്ട്, ഡെഫിനിഷൻ ഈസ് വൈഡ് ആൻഡ് ഇൻക്ലൂസീവ്. ഡെഫിനിഷൻ വൈഡുമാണ്, ഇൻക്ലൂസീവും ആയിരിക്കും. പക്ഷേ മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് എന്തൊക്കെയാണ്? ടാക്സ് പെയർ ആയിരിക്കണം, പേഴ്സണൽ അസസ്മെൻ്റ് ആയിരിക്കണം, ഡീംഡ് അസസിയാണ്, അസസി ഇൻ ഡിഫോൾട്ടാണ്. ഇതാണ് മെയിനായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അസസി എന്ന് പറയുമ്പോഴുള്ള 4 ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിച്ചത് എന്തായിരുന്നു? ഡെഫിനിഷൻസിൻ്റെ ഇമ്പോർട്ടൻസ് പഠിച്ചു. പിന്നെ അസസി സെക്ഷൻ 2 സബ്സെക്ഷൻ 7 അതാണ് നമ്മളിന്ന് പഠിച്ചത്, അതായത് അസസിയുടെ ഡെഫിനിഷൻ. അപ്പോൾ ഇതെല്ലാവരും ഡീറ്റെയിൽ ആയിട്ട് പഠിക്കണം. അതുപോലെ തന്നെ നമ്മുടെ ടെക്സ്റ്റിലുള്ള ഡെഫിനിഷൻ, ഒറിജിനൽ ഡെഫിനിഷൻ ഇത് വെച്ച് വായിച്ച് നോക്കി കഴിയുമ്പം ഡെഫിനിഷൻ, നമ്മുടെ ഇൻകം ടാക്സ് ആക്റ്റിലുള്ള ഡെഫിനിഷൻ്റെ എക്സ്പ്ലനേഷനാണ് ഞാൻ പറഞ്ഞിരിക്കുന്നത്. ഇത് പഠിച്ചിട്ട് അത് വായിച്ച് നോക്കണം. അപ്പോൾ കൂടുതൽ നന്നായിട്ട് നമുക്ക് മനസ്സിലാവും. ഗോഡ് ബ്ലെസ് യു.